ഹലോ, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ കാണാൻ പോകുന്നത് നമ്മുടെ ചാനലിൽ ഏറ്റവും കൂടുതൽ വൈറലായിട്ടുള്ള ഒരു ഹെയർ സ്റ്റൈൽ വീഡിയോ ഉണ്ട്. അത് ഷോർട്സിലാണ് കേട്ടോ. അതിൽ ഏറ്റവും കൂടുതൽ വ്യൂസ് കിട്ടിയിട്ടുള്ളത് എനിക്കൊന്ന് 12 മില്യൺ വ്യൂസ് ഉള്ള ഒരു ഹെയർ സ്റ്റൈൽ വീഡിയോ ഉണ്ട്. അപ്പോൾ അതിൽ എനിക്ക് കുറേ കമൻറ്റ്സ് വന്നായിരുന്നു. അപ്പോൾ ഒരുപാട് പേർക്ക് ആ ഒരു ഹെയർ സ്റ്റൈൽ ഭയങ്കര ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞു. പിന്നെ കുറേ പേർക്ക് അത് ചെയ്തിട്ട് ശരിയാവുന്നില്ല, അപ്പോൾ അത് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് ഒന്നുകൂടെ ചെയ്യാമോ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കമൻറ്റ്സ് എനിക്ക് ആ ഒരു വീഡിയോയിൽ വന്നായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് ആ ഒരു വൈറലായിട്ടുള്ള ഒരു ഹെയർ സ്റ്റൈൽ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഇന്ന് ചെയ്ത് കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതുകൂടെ ക്ലിക്ക് ചെയ്യുക. എങ്കിൽ മാത്രമേ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും, നോട്ടിഫിക്കേഷൻ വരും, വീഡിയോസ് ഒന്നും നിശ്ചയമായിട്ട് കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ. നമ്മുടെ ഹെയർ ഒന്ന് പാർട്ടീഷൻ ചെയ്യണം. അത് നിങ്ങൾക്ക് ഈ സൈഡിൽ പാർട്ടീഷൻ ചെയ്യാം, മിഡിൽ പാർട്ടീഷൻ ചെയ്യാം, എങ്ങനെ വേണമെങ്കിലും ജസ്റ്റ് ഒന്ന് പാർട്ടീഷൻ എടുക്കുക. അപ്പോൾ ഞാൻ ദേ ഇങ്ങനെ സൈഡിലേക്കാണ് കേട്ടോ എടുക്കുന്നത്. എന്നിട്ട് താണ്ട ഇവിടുന്ന് ഇങ്ങനെ ഒരു ഹെയർ, ഒരു കണ്ടേ ഇത്രയും പോർഷൻ ഹെയർ ഫ്രണ്ടിലേക്ക് എടുക്കുക. എന്നിട്ട് ബാക്കിലുള്ള ആ ഒരു ഹെയർ കണ്ടോ, ഇതിനെ നന്നായിട്ട് ഒതുക്കി ബാക്കിലേക്ക് അങ്ങോട്ട് വെച്ച് അങ്ങോട്ട് മാറ്റി വെച്ചിരിക്കുക. അതായത് ഇതുപോലത്തെ ഒരു ക്ലിപ്പ് വെച്ചിട്ട് ഞാൻ എന്താ ഇങ്ങോട്ട് മാറ്റി വെച്ചിരിക്കുക. അത് നമുക്ക് ഫ്രണ്ടിലോട്ട് വന്നാൽ കുറച്ച് ഡിസ്റ്റർബൻസ് ഉണ്ട്, കാരണം നമ്മൾ ഫ്രണ്ടിലാണ് വർക്ക് പണികൾ നടത്തുന്നത്. അപ്പോൾ ഇത് ഇങ്ങോട്ടേക്ക് വന്ന് ബുദ്ധിമുട്ടാതിരിക്കാൻ അതിനെ ബാക്കിലേക്ക് വെക്കുക. അതുപോലെ തന്നെ അതെ ഇവിടെ എടുത്തില്ലേ, അതേപോലെ തന്നെ നേരെ ഇവിടുന്ന് ഇങ്ങനെ ഒരു സെക്ഷൻ ഹെയർ ഇവിടുന്ന് ഇങ്ങനെ നേരെ എടുത്ത് മാറ്റുക. കണ്ടോ? എന്നിട്ട് ബാക്കിയുള്ള ഇവിടെയുള്ള ആ ഹെയർ കണ്ടില്ലേ, അതിനെയും നേരത്തെ നമ്മൾ ചെയ്ത പോലെ തന്നെ ബാക്കിലേക്ക് അങ്ങോട്ട് ഒതുക്കി വയ്ക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇതുപോലത്തെ ക്ലിപ്പ് മേടിക്കാൻ കിട്ടും. അപ്പോൾ അതേ കണ്ടോ, ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇതിനി ഫ്രണ്ടിലേക്കൊന്നും വരത്തില്ല. നമുക്കിനി സുഖമായിട്ട് ഇവിടെ നമുക്കിങ്ങനെ താജ്മഹൽ പണിയാം. ഓക്കെ, അപ്പോൾ അതാ കണ്ടില്ലേ. ഇനി ഈ ഒരു ഹെയറിലാണ് നമ്മൾ ആ ഹെയർ സ്റ്റൈൽ ചെയ്യാൻ പോകുന്നത്. ഇനി ഫുൾ ഹെയർ ഒരു സൈഡിലേക്ക് എടുക്കാം. ഞാനിപ്പോൾ ഇങ്ങനെ എടുക്കുകയാണ്. നിങ്ങൾക്ക് ഇവിടുന്ന് ഇങ്ങോട്ട് വേണമെങ്കിലും എടുക്കാം, എങ്ങനെ വേണമെങ്കിലും നിങ്ങളുടെ ഫേസിന് ചേരുന്ന രീതിയിൽ എടുക്കുക. അപ്പം ഞാനിപ്പോൾ ദേ ഇവിടുന്ന് ഇങ്ങോട്ട് എടുക്കുക. ഈ ഹെയർ ഫുൾ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് എടുക്കാൻ പോകണേ. എല്ലാം കൂടെ ദേ ഈ ഒരു സൈഡിലേക്ക് ഇങ്ങനെ എടുക്കുക. അപ്പോൾ ദേ ഞാൻ ഒരു സൈഡിലേക്ക് ചീകി ഒതുക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇവിടുന്ന് ഈ കോമ്പിൻ്റെ ഈ ഒരു അറ്റം കണ്ടോ, ഇതില്ലെങ്കിൽ ജസ്റ്റ് വെള്ളം കൊണ്ടോ എങ്ങനെയെങ്കിലും എടുക്കുക. ഇങ്ങനെ ഒരു സെക്ഷൻ ഹെയർ ഇവിടുന്ന് ഇങ്ങനെ അങ്ങോട്ട് എടുക്കുക. ഇത് കണ്ടില്ലേ, ഇങ്ങനെ ഒരു സെക്ഷൻ ഹെയർ എടുക്കുക. എന്നിട്ട് ഇതിനെ 2 സെക്ഷനാക്കുക. കണ്ടല്ലോ, കാണാൻ പറ്റുന്നുണ്ടോ? 2 സെക്ഷനാക്കുക ഇതുപോലെ. എന്നിട്ട് ഇതിനെ ഇങ്ങനെ ക്രോസ് ചെയ്യുക. കണ്ടോ? ഇനി വീണ്ടും ഈ ഫ്രണ്ടിൽ നിന്ന് ഒരു പോർഷൻ ഹെയർ എടുത്തിട്ട് ചേർത്ത് പിടിക്കുക, ക്രോസ് ചെയ്യുക. കണ്ടോ? ഇനി വീണ്ടും ഫ്രണ്ടിൽ നിന്ന് സെക്ഷൻ ഹെയർ എടുക്കുക, ചേർത്ത് പിടിക്കുക, ക്രോസ് ചെയ്യുക. അപ്പോൾ ഞാൻ ഒരു കയ്യിൽ തന്നെ 2 എണ്ണം ഇങ്ങനെ വെച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ. ഇപ്പോൾ ഫ്രണ്ടിൽ നിന്ന് എടുക്കുക, ഈ സാധനത്തിൻ്റെ കൂടെ ഈ ഒരു സെക്ഷൻ ഹെയറിൻ്റെ ഒപ്പം ചേർത്ത് പിടിക്കുക, വീണ്ടും ക്രോസ് ചെയ്യുക. ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ട് ഇങ്ങനെ പോവുക. കണ്ടില്ലേ? അപ്പോൾ ഇത്രയുള്ള സംഭവം ഭയങ്കര ഈസിയാണ്. ഇതിങ്ങനെ ഈ നമ്മുടെ ഈ ഒരു ചെവിയുടെ അറ്റം തൊട്ട് ഈ ചെവിയുടെ അറ്റം വരെ ഇങ്ങനെ കൊണ്ടുവരിക. കണ്ടില്ലേ? ഇനി ബാക്കിയുള്ളത് ചെറുതായിട്ടൊന്ന് ഇങ്ങനെ ഒന്ന് ട്വിസ്റ്റ് ചെയ്തെടുക്കുക. ഇനി നിങ്ങൾക്ക് എല്ലാവർക്കും കോമൺ ആയിട്ടുള്ളൊരു പ്രശ്നം എന്ന് പറയുന്നത് ഇതിവിടെ ഇങ്ങനെ ഫിക്സ് ചെയ്യാൻ പറ്റുന്നില്ല, അത് അഴിഞ്ഞ് ഇങ്ങോട്ട് വരും എന്നുള്ളതാണ്. അപ്പോൾ അതിന് ഒരു ഐഡിയ പറഞ്ഞുതരാം. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ഈ ചുരുട്ടി വെച്ച ഈ ഒരു ഹെയർ കണ്ടോ, ഇത് നമുക്കിങ്ങനെ കുറച്ച് മുടിയുടെ ഉള്ളിലേക്ക് എടുക്കുക. കണ്ടില്ലേ? ഇതിങ്ങനെ ട്വിസ്റ്റ് ചെയ്തിട്ട് നമ്മുടെ ഇങ്ങനെ മുടിയുടെ ഈ അടിഭാഗത്തൂടെ ഇങ്ങനെ എടുക്കുക. എന്നിട്ടിത് ഇവിടുന്ന് കുറച്ച് മുടി അടിഭാഗത്തുനിന്ന് എടുക്കുക. കണ്ടില്ല? നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും. ഇവിടുന്ന് ഇങ്ങനെ അടിഭാഗത്തുനിന്ന് എടുത്തിട്ട് അവിടെ ഇങ്ങനെ കെട്ടി വയ്ക്കുക. അതാണ് കുറച്ചുകൂടെ എളുപ്പം. അല്ലെങ്കിൽ അത് സ്ലൈഡ് ഒക്കെ വെച്ചാലും ചിലപ്പോൾ ഊരി വരാൻ ചാൻസ് ഉണ്ട്. അപ്പം ഞാൻ എന്താ ഇവിടുന്നും കുറച്ച് ഹെയർ ഇതിനോടൊപ്പം ചേർത്ത് പിടിച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ടൊരു
ഹെയർ ബാൻഡ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതവിടെ പിടിച്ചങ്ങനെ കെട്ടി മുടിയുടെ അടിയിൽ വെച്ച് കഴിഞ്ഞാൽ കാണാനും പറ്റില്ലല്ലോ. അപ്പോൾ അതങ്ങനെ ഫിക്സ് ആയിട്ട് അവിടെ ഇരുന്നോളും. പലർക്കും അത് സ്ലൈഡ് കുത്തി വെച്ചിട്ട് ചിലപ്പോൾ അത് ഊരി വരുന്നുണ്ടാവും. അപ്പോൾ അതായിരിക്കും അത് നന്നായിട്ട് ഇരിക്കില്ല എന്ന് തോന്നുന്നത്. എന്നിട്ട് ബാക്കി ഇതേ കണ്ടില്ല, ഈ ഹെയർ ഇങ്ങോട്ടേക്ക് എടുത്തിടുക, ഫ്രണ്ടിൽ നിന്ന് ഇങ്ങനെ എടുത്തിടുക. ഇനി ഇത് അനങ്ങത്തേ ഇല്ല. ബാക്കിൽ നമുക്കത് മുടിയുടെ ഇടയിലായതുകൊണ്ട് ബാക്കിൽ അങ്ങനെ കെട്ടി വെച്ചേക്കുന്നത് കാണത്തുമില്ല. അപ്പോൾ അതേ കണ്ടില്ലേ, ഇതാണ് നമ്മുടെ ഒരു വൈറലായിട്ടുള്ള ഒരു ഹെയർ സ്റ്റൈൽ. ഈ രീതിയിലാണ് ചെയ്യുന്നത്. ഭയങ്കര ഈസിയാണ്. ഇത് നമുക്ക് സാരിയുടെ കൂടെയും അതുപോലെ തന്നെ കുർത്തയുടെ കൂടെയും ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഹെയർ സ്റ്റൈലാണ്. ഈവൻ ജീൻസിൻ്റെ കൂടെ വേണമെങ്കിൽ നമുക്കിത് ചെയ്യാം. നല്ലൊരു ഹെയർ സ്റ്റൈലാണ്. അപ്പോൾ ഈ ഒരു പാറ്റേൺ കണ്ടില്ലേ, ഇത് നല്ല രസമാണ് കാണാൻ. ഇന്നത്തെ ഒരു ഹെയർ സ്റ്റൈൽ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് സെക്ഷനിൽ ഇടാനും മറക്കരുത്. പിന്നെ ഒരു വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.